താങ്ക് യു ബാബുക്കുട്ടൻ. ഞാൻ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് നിന്റെ ആളുകൾ വന്ന് ചെയ്യേണ്ടത് ചെയ്തു. ഇതൊക്കെ എന്റെ ജോലിയുടെ ഒരു ഭാഗമല്ല വേണം. പേയ്മെന്റ് ഞാൻ അയക്കാം. അയ്യോ വേണ്ട വേണ്ട, മാഷിന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുത്ത 5 ലക്ഷം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതെന്റെ വക ഒരു ഫ്രീ സർവീസ്. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? പേടി കുറച്ച് കുറയും. മൂത്രമൊഴിക്കാൻ ഇറങ്ങിയപ്പോ കത്തി കാണിച്ചെന്നെ ബാക്കിലിരുത്തി. ഇനി ഇതിപ്പോ എങ്ങോട്ടാ? നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. എങ്ങോട്ടും പോകുന്നില്ലേ? പിന്നെ കാറ് പോകുന്നതോ? നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി വാഗമണ്ണൊക്കെ പോയിട്ട് വരാന്നേ. എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. നിങ്ങൾ എന്തിനാ എനിക്ക് വാഗമൺ കാണിച്ചിരുന്നേ? എനിക്കറിയില്ലേ കാണാൻ. ഇതൊക്കെ രസമല്ലേ? ഇവന്മാരുടെ സംസാരം കേട്ട മണ്ടന്മാരാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ തന്നെ ചെന്ന് തലവെച്ച് കൊടുത്തല്ലോ. എന്നെ കാണാതെ മേഡം വിഷമിക്കുന്നുണ്ടാവും, നെഞ്ചുരുക്കിയിട്ടുണ്ടാവും പാവത്തിന്റെ. അതേ ചേട്ടാ, ഇന്നെന്റെ മധുവിധുവാണ്. അതിനാ വാഗമൺ വന്നതേ. ആണോ? അപ്പൊ നമുക്ക് ഒരുമിച്ച് വധുവിധു ആഘോഷിക്കാം. അയ്യേ, ഞാൻ അത്രക്കാരനൊന്നുമല്ല. എന്നെ ഇറക്കി വിട്ടാ ഞാൻ തന്നെ റിസോർട്ടിൽ പോയിക്കോളാം. വേണ്ട, ചേട്ടനെ ചുറ്റിക്കിറക്കാന്നേ ഞാൻ വാക്ക് കൊടുത്തു പോയി. ആർക്ക് വാക്ക് കൊടുത്തു? ഒരു കാര്യമില്ല. അതെ, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാൻ പോണില്ല. ചേട്ടാ, ഞാനേ ഒരു 10 വയസ്സ് കയറിയില്ലാത്തവനാ. എനിക്ക് തോന്നതേ നിങ്ങൾക്ക് ആളെങ്ങാനും മാറിപ്പോയെന്നാ. ഞങ്ങൾ ഗുണ്ടകൾക്കേ ആള് മാറാറില്ല. എല്ലാ പ്രൂഫോട് കൂടിയേ ഒരാളെ പൊക്കാറുള്ളൂ. പ്രൂഫോ? എന്ത് പ്രൂഫ്? ആ അതെ, ഇത് ഞാൻ തന്നെയാ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ? ഈ ഫോട്ടോ എന്റെ കയ്യിലില്ല, എനിക്കൊന്ന് അയച്ചു തരുമോ? വാൾപേപ്പർ ആക്കണ പ്ലീസ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പ്ലീസ് ഒന്ന് അയക്കുമോ? ശരി, ഷെയർ ചെയ്ത് തരാം. ചായ കുടിക്കാം. എനിക്ക് വേണ്ട ചാരു. അബി, ഇന്നൊന്നും കഴിച്ചില്ലല്ലോ രണ്ടുപേരും? ആവണി മോൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ?